നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ UDF തരംഗം. തൃശൂരിൽ NDA. സുരേഷ് ഗോപിയുടെ വിജയം 3.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. പാലക്കാട് വീണ്ടും VK ശ്രീകണ്ഠൻ. ആലത്തൂരിലൊതുങ്ങി LDF. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ഇടത്തും UDF. തൃശൂരിൽ താമര വിരിഞ്ഞതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം ആർക്കെന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി K രാജൻ. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. തൃശൂരിലേത് അപ്രതീക്ഷിത ഫലമെന്ന് VS സുനിൽകുമാർ. UDF 3ാം സ്ഥാനത്തായത് പരിശോധിക്കണം. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരും. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വാടനാംകുറിശി വില്ലേജ് ഓഫീസിനു സമീപത്തെ മാലിന്യ കൂമ്പാരം ആശങ്കാജനകം. മഴക്കാലപൂർവ്വ ശുചീകരണവും രോഗപ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സജീവമായ പഞ്ചായത്തിൽ കുന്നുകൂടിയ മാലിന്യത്തിനു നേരെ കണ്ണടച്ച് അധികൃതർ. മാലിന്യം നീക്കാൻ സത്വര നടപടി വേണമെന്ന ആവശ്യം ശക്തം. 42 ദിവസത്തോളമായി നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ പാലക്കാട് അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് കളേഴ്സ് കമ്പനിക്ക് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജീവനക്കാർ ചായ കുടിക്കാൻ പോയ പേര് പറഞ്ഞ് ഒരു കമ്പനി അടച്ചുപൂട്ടുന്നതെന്ന് BMS സംസ്ഥാന സെക്രട്ടറി V രാജേഷ്. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വം. മദ്യത്തിനും ലഹരി ഉപയോഗങ്ങൾക്കുമെതിരായുള്ള യുവതലമുറയുടെ പോരാട്ടം അതിശക്തമായി തുടരണമെന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് T ഇന്ദിര. പാലക്കാട് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സംഗമവും മദ്യവിമോചന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിനും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മദ്യനിരോധന സമിതി. മലമ്പുഴ IMA ഇമേജ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ 20 അടി താഴ്ചയുള്ള അൾട്രാ വാട്ടർ റീട്രീറ്റ്മെന്റ് ടാങ്കിൽ വീണ് ജീവനക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് വള്ളിക്കോട് സ്വദേശി 23 വയസ്സുള്ള അഭിജിത്ത്. അപകടം വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നതിനിടെ. ലോക പരിസ്ഥിതി ദിനം വിപുലമായ ഒരുക്കങ്ങളുമായി നാട്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധം 2024 ലോക പരിസ്ഥിതി ദിന സന്ദേശം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. അതേസമയം ശക്തമായ UDF മുന്നേറ്റത്തിനിടയിലും തൃശൂരിൽ താമര വിരിഞ്ഞു. ഇടത് ഐക്യമുന്നണികളെ ഞെട്ടിച്ചാണ് വൻ ഭൂരിപക്ഷത്തോടെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം. പാലക്കാട്ട് വീണ്ടും VK ശ്രീകണ്ഠൻ വിജയിച്ചപ്പോൾ ഇടതുമുന്നണിക്ക് ആശ്വാസമായത് ആലത്തൂരിലെ K രാധാകൃഷ്ണന്റെ വിജയം. പ്രവചിക്കപ്പെട്ട മുന്നേറ്റം രാജ്യത്ത് NDAക്ക് കാഴ്ചവെക്കാൻ കഴിയാതിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അലയടിച്ചത് UDF തരംഗം. ആറ്റിങ്ങലിൽ ഫോട്ടോ ഫിനിഷിലൂടെ അടൂർ പ്രകാശ് വിജയിച്ചതോടെ ഇടതുമുന്നണി ആലത്തൂരിൽ ഒതുങ്ങി. തൃശൂരിലെ NDAയുടെ വിജയം ഇടത് ഐക്യമുന്നണികൾക്ക് നടുക്കമായി. താമര വാടുമെന്ന ഇടത് ഐക്യമുന്നണി നേതാക്കളുടെ അവകാശവാദത്തെ കാറ്റിൽ പറത്തി 3.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് തൃശൂർ സുരേഷ് ഗോപിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മിന്നുന്ന വിജയമാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നേടിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ 8 ഇരട്ടിയിലേറെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ശ്രീകണ്ഠന് ലഭിച്ച തിളക്കമാർന്ന വിജയം MP എന്ന നിലയിൽ 5 വർഷക്കാലം നടത്തിയ മികവുറ്റ പ്രവർത്തനത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമായി. 3.25 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള വിജയമാണ് ശ്രീകണ്ഠന് കരിമ്പനനാട് സമ്മാനിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടിൽ 4,08,072 വോട്ടാണ് ശ്രീകണ്ഠന് ലഭിച്ചത്. LDFിലെ A വിജയരാഘവൻ 3,42,798 വോട്ടും NDA സ്ഥാനാർത്ഥി K കൃഷ്ണകുമാർ 2,49,568 വോട്ടും നേടി. 75,274 VK ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം. ചരിത്ര വിജയമാണ് പാലക്കാട് സമ്മാനിച്ചതെന്ന് VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. വിജയം വികസനത്തിനുള്ള അംഗീകാരമാണ്. UDFന്റെ ഒറ്റക്കെട്ടായ കഠിന പ്രയത്നവും വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. 10 ഇരട്ടിയാക്കി ഈ പാലക്കാട്ടെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. UDFിലുള്ള ആത്മവിശ്വാസം എല്ലാ എതിർ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചാൽ, കഠിന പ്രയത്നം നടത്തിയാൽ ഒരു കോട്ടയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ഇടതുപക്ഷ കോട്ടയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലൊന്ന് നിർത്തണം. ആകെ പാലക്കാട് ഒരു കോട്ടയേ ഉള്ളൂ, അത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ്. കേരളത്തിലാകെ തകർന്നടിഞ്ഞപ്പോഴും K രാധാകൃഷ്ണന്റെ ജനകീയത ആലത്തൂരിൽ LDFന് തുണയായി.
സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് കെ രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ രമ്യ ഹരിദാസിന്റെ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മറികടന്നാണ് കെ രാധാകൃഷ്ണന്റെ വിജയം. രാജ്യത്ത് NDA അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നായിരുന്നു കെ രാധാകൃഷ്ണന്റെ ആദ്യ പ്രതികരണം. കേരളത്തിലെ LDF പരാജയം പരിശോധനയ്ക്ക് വിധേയമാക്കും. തന്നിൽ ജനമർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ആ വിട്ടുവീഴ്ചയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. പ്രധാനമായിട്ട് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതിനായിരുന്നു CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുകയും വേണം. ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി കഴിഞ്ഞ 2019 മെച്ചപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്ന് EVM കൗണ്ടിങ്ങിലേക്ക് കടന്നപ്പോൾ മുതൽ UDF തരംഗം അലയടിക്കുന്നതിൻ്റെ സൂചനകൾ ലഭ്യമായി തുടങ്ങിയിരുന്നു. മിക്ക മണ്ഡലങ്ങളിലും 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും UDF സ്ഥാനാർത്ഥികളുടെ ലീഡ് 10,000 കടന്നു. വടകരയിൽ ഉച്ചയോടെ തന്നെ ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടടുത്തിരുന്നു. ആലത്തൂരിനും തൃശൂരിനും പുറമെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിൽ വ്യത്യാസമുണ്ടായത്. തിരുവനന്തപുരത്ത് ഏറെ നേരം NDA സ്ഥാനാർത്ഥി മുന്നിട്ട് നിന്നു. ഒരു ഘട്ടത്തിൽ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ ലീഡ് 20,000 പിന്നിട്ടതാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ലീഡ് നില പെട്ടെന്ന് കുറയുകയും പതിയെ ശശി തരൂർ മുന്നിലെത്തുകയുമായിരുന്നു. ഒടുവിൽ തിരുവനന്തപുരത്ത് തരൂരിന് 4-ാം ഊഴം. ശക്തമായ ത്രികോണ മത്സരം നടന്ന ആറ്റിങ്ങലിൽ ലീഡ് നില മാറിമറിഞ്ഞുകൊണ്ടിരുന്നു. ഫലപ്രഖ്യാപനത്തിന് 1 മണിക്കൂർ മുമ്പ് വരെ LDF നേരിയ ലീഡ് നിലനിർത്തിയ മണ്ഡലത്തിൽ അവസാന കുതിപ്പിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് കേവലം 1,708 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചു കയറിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 4,12,338 വോട്ടാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ 3,37,652 വോട്ട് നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി K മുരളീധരന് ലഭിച്ചത് 3,28,124 വോട്ടുകൾ. മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PK നാരായണന് 2,019 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി സുനിൽകുമാറിന് 1,952 വോട്ടും ന്യൂ ലേബർ പാർട്ടിയിലെ ദിവാകരൻ പള്ളത്തിന് 819 വോട്ടും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പ്രതാപന് 709, MS ജാഫർ ഖാൻ 698, ജോഷി വില്ലടം 493 എന്നിങ്ങനെയും വോട്ടുകൾ ലഭിച്ചു. നോട്ടയ്ക്ക് ലഭിച്ചത് 6,072 വോട്ട്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDFിലെ VS സുനിൽകുമാറിനേക്കാൾ 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചത്. ഇടതുമുന്നണിക്ക് ആശ്വാസവിജയം സമ്മാനിച്ച ആലത്തൂർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടിൽ 3,98,818 വോട്ടാണ് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 3,79,231 വോട്ടും NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു 1,86,441 വോട്ടും നേടി. മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികളായ ഹരി അരുമ്പിലിന് 2,835 വോട്ടും കൃഷ്ണൻകുട്ടി കുനിശ്ശേരിക്ക് 2,323 വോട്ടും ലഭിച്ചു. ആലത്തൂരിൽ നോട്ടയ്ക്ക് ലഭിച്ചത് 11,918 വോട്ട്. മൊത്തം 9,81,566 വോട്ടിൽ K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 19,587 വോട്ടാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് 4,18,072 വോട്ടും LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് 3,42,798 വോട്ടും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 2,49,568 വോട്ടും ലഭിച്ചു. മറ്റ് സ്ഥാനാർത്ഥികളായ KT പത്മിനിക്ക് 2,102 വോട്ടും അന്ന കുര്യാക്കോസിന് 1,416 വോട്ടും C രാജമാണിക്യത്തിന് 516 വോട്ടും K രാജേഷിന് 1,033 വോട്ടും M രാജേഷിന് 947 വോട്ടും
NSK പുരം ശശികുമാറിന് 1151 വോട്ടും സിദ്ദിഖ് ഇരുപ്പശ്ശേരിക്ക് 913 വോട്ടും ലഭിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ നോട്ട 8724 വോട്ട് നേടി. ആകെ പോൾ ചെയ്ത 10,27,240 വോട്ടിൽ VK ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം 75,274 വോട്ടാണ്. ന്യൂസ് ഡെസ്ക് STV. മിന്നുന്ന വിജയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ UDF-ന്റെ ആഹ്ലാദ പ്രകടനം. പാലക്കാട് ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തകർ മധുര പലഹാര വിതരണം നടത്തി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠനെ വോട്ടുകൾ നൽകി വിജയിപ്പിച്ച തൃശൂരിൽ താമര വിരിഞ്ഞതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തമാർക്കെന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി കെ രാജൻ. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. തൃശൂരിൽ ഡീൽ നടന്നത് കെ മുരളീധരന്റെ അറിവോടെയാണോ എന്ന് പരിശോധിക്കണമെന്നും കെ രാജൻ പറഞ്ഞു. 558 വോട്ട് കിട്ടിയ കോൺഗ്രസ് 37,796 വോട്ടിലേക്ക് ചുരുങ്ങി. അങ്ങനെ പറഞ്ഞാൽ 15,000 വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല. BJPയുടെ ഭൂരിപക്ഷവും അതുതന്നെയാണ്. ഞാൻ ഓരോ മണ്ഡലത്തിലെടുത്ത് പറയല്ല, അത് ഒല്ലൂരിൽ പരിശോധിച്ചാലും മണലൂരിൽ പരിശോധിച്ചാലും ഒക്കെ UDF-ന്റെ വോട്ടുകൾ അതിഭീകരമായി നഷ്ടപ്പെടുന്ന, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. തൃശൂരിലേത് അപ്രതീക്ഷിത ഫലമെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഫലം ബൂത്തടിസ്ഥാനത്തിൽ ആഴത്തിൽ പരിശോധിക്കും. 2019-ലേക്കാൾ LDF-ന് 14,000 വോട്ട് വർദ്ധിച്ചു. UDF 3-ാം സ്ഥാനത്തായത് പരിശോധിക്കണം. പരാജയത്തിൽ നിരാശയില്ലെന്നും വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റിസൾട്ട് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും അത് വിശദമായി തന്നെ പരിശോധിച്ചാലാണ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം കുറവുകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇപ്പോൾ ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 14,000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ വില്ലേജിന് സമീപമുള്ള പ്രദേശത്ത് കൂട്ടിയിട്ട മാലിന്യക്കൂന പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുമ്പോഴാണ് ഏവരെയും ഭീതിയിലാക്കുന്ന ഈ കാഴ്ച. ട്രെഞ്ചിങ് ഗ്രൗണ്ടിന് സമാനമായ രീതിയിലാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ പ്രദേശത്തെ നിവാസികൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിനെതിരെ ജനങ്ങളെ ഉപദേശിക്കുന്ന അധികൃതരുടെ അനാസ്ഥയുടെ നേർക്കാഴ്ച കൂടിയാണിത്. മാലിന്യ സംസ്കരണം എന്ന പേരിൽ വീടുകളിൽ നിന്നും പണം ഈടാക്കി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഒരു നാടിനാകെ ആരോഗ്യ ഭീഷണിയിലാക്കി വാടനാകുറിശി തെങ്ങുംതോപ്പ് പ്രദേശത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ഒത്താശയോടെയാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത്. മഴ ആരംഭിച്ചതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. മാലിന്യകൂമ്പാരത്തിന് സമീപത്ത് താമസിക്കുന്നവർക്ക് രോഗങ്ങൾ പിടിപെടുന്നതായും പരാതി ഉയർന്നു. ഇത് ഭയങ്കര ശല്യമാണ് ഇവിടെ. ഞങ്ങൾക്ക് പനിയൊന്നും വിട്ടുമാറുന്നില്ല. ഇവരോട് എത്ര പറഞ്ഞാലും പിന്നെ ഇത് ഇവിടെ കൊടുന്ന് കൂട്ടിയിടാൻ. നല്ല ഉണങ്ങിയ സാധനങ്ങൾ കൊടുത്തിട്ട് വീണ്ടും ഇവർ മഴയത്താണ് കൊടുന്നിടുന്നത്. ഇത് നമ്മളെ പറമ്പിൽ കൂടെയാണ് മൊത്തം അത് പരന്ന് കിടക്കുന്നത്. എത്ര പറഞ്ഞാലും പിന്നെ ഇവർ മനസ്സിലാണില്ല, പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാണില്ല. പിന്നെ ഇതേപോലെ തന്നെ കൊടുന്നിട്ടാണ്. അപ്പോൾ അവരെന്താ മറുപടി പറഞ്ഞു പഞ്ചായത്ത് അധികൃതർ? അവർ ശരിയാക്കാൻ ലോഡ് കയറ്റുണ്ടെന്ന് പറയും. ലോഡ് കയറ്റി അതിൻ്റെ ഡബിൾ വീണ്ടും കൊടുന്നിടും. ഇതൊക്കെ മഴയത്താണ് കിടക്കുന്നത്. ഇപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആകെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചാക്കിലും കവറുകളുമായി ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത്.
മഴ പെയ്തോടെ ഈ മാലിന്യത്തിൽ നിന്നുള്ള വെള്ളം ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളിലാണ് കലരുന്നത്. തെരുവുനായ്ക്കൾ മാലിന്യം കടിച്ച് റോഡിലും വീടുകളിലും കുടിവെള്ള സ്രോതസ്സിലൊക്കെ കൊണ്ടുവന്നിടുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പനിയായിട്ടാണ് ഇവിടെ ഒന്നും കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എത്രത്തോളം ഇങ്ങനെയാണ് കിടക്കുന്നത്. എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടിട്ടിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ അടുത്തുനിന്നൊക്കെ ഇവർ ഉണങ്ങിയിട്ടാണ് കൊണ്ടുപോകുള്ളൂ, അല്ലാതെ അവർ വാങ്ങില്ല. ഇവിടെ വന്നിട്ട് ഈ മഴയത്തും ഇതിലും കടന്നിട്ട് കൊതുക് മുട്ടിടാനാണ് ഇവിടെ കൊടുന്നിടുന്നത്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. പരാതി പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് ഭീഷണി ഉൾപ്പെടെയുള്ള നിഷേധ നിലപാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പരിസരവാസികൾ ആരോപിച്ചു. ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഞങ്ങൾക്കിന്ന് 4-ാം തീയതി ഞങ്ങളെ ശമ്പളം ഊരിക്കുന്ന ദിവസമാണ്, അതിന് വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് ലോഡുകൾ കൊടുന്നിടാനും വേണ്ടി വന്നാണ്. അങ്ങനെ പ്രിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെമ്പറാണ് 10-ാം വാർഡിൽ. അവൾക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ എൻ്റെ വീട്ടിൽ കൊടുന്നിടണല്ലോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഇതെല്ലാ വാർഡിലത്തെയും 1 തൊട്ട് 10, 17, 20 വരെയുള്ള വാർഡിലെല്ലാ വേസ്റ്റുകളും കൊടുന്നിടുന്നത് ഇവിടെയാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒന്ന് വന്ന് നോക്ക്, ഞങ്ങളുടെ മെമ്പറല്ല, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ല വെച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്താ വെച്ചിട്ടാ നിങ്ങൾ വേറെ എവിടെയാണെങ്കിൽ പോയി പരാതി കൊടുത്തോ. ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ 2 മെമ്പർമാരുണ്ടായിരുന്നു, ഒരു സുനിത പറഞ്ഞിട്ട് ഒരു ഉണ്ണിയാറുണ്ട്. ഞങ്ങൾ വിളിച്ചാൽ ഇപ്പുറത്ത് വന്നിട്ട് എന്താ പ്രശ്നം വെച്ചാൽ പരിഹരിച്ചായിരുന്നു. ഇവള് കേസ് കൊടുത്തോളി എന്ന് പറഞ്ഞു. ഇവളെന്തോ കുറച്ച് പഠിച്ചിട്ടുണ്ട് കൊണ്ട് അത് കാരണം ഇവള് കേസ് കൊടുത്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത് വിഷമം, അവളോടൊരു വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല. എനിക്കൊരു രാഷ്ട്രീയമല്ല, എനിക്ക് എല്ലാ രാഷ്ട്രീയമുള്ളതുകൊണ്ട് ജീവിക്കണം. വീട്ടിലത് കൊച്ചുമക്കൾക്കും പനികളും കാര്യങ്ങളാണ്. ഇത് ഈ വേസ്റ്റ് കടിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ചെരുപ്പ് പോലും പുറത്തിടാൻ പറ്റുന്നില്ല, എല്ലാം ഉള്ളത്. മാലിന്യത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകളുടെ ഉത്ഭവ കേന്ദ്രമായി ഇവിടെ മാറി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കണമെന്നും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയെങ്കിലും അതെല്ലാം പ്രഹസനമാകുന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മലമ്പുഴ IMA ഇമേജ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ 20 അടി താഴ്ചയുള്ള അൾട്രാ വാട്ടർ റീട്രീറ്റ്മെന്റ് ടാങ്കിൽ വീണ പ്ലാന്റ് ജീവനക്കാരൻ മരിച്ചു. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കാൻ പോയ വള്ളിക്കോട് സ്വദേശി 23 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. ടാങ്കിലെ സേഫ്റ്റി ഗ്രിൽ പൊട്ടി അഭിജിത്ത് ടാങ്കിലേക്ക് വീഴുകയായിരുന്നു. ടാങ്കിലെ ചൂടുവെള്ളത്തിൽ മുങ്ങിയാണ് അഭിജിത്ത് മരിച്ചത്. കഞ്ചിക്കോട് ഫയർ സ്റ്റേഷൻ ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ M രമേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ LT അബിൻ, V കണ്ണദാസ്, C കലാധരൻ, R സതീഷ്, C സതീഷ്, ഹോംഗാർഡുമാരായ രാമചന്ദ്രൻ, R പ്രതീഷ്, മോഹനകൃഷ്ണൻ, സതീഷ് എന്നിവർ സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. 20 അടി താഴ്ചയുള്ള ടാങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ V കണ്ണദാസ് ഇറങ്ങി മുങ്ങിത്തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇമേജ് കമ്പനി ജീവനക്കാരും പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ അഗസ്റ്റിൻ കളേഴ്സ് കമ്പനി ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കമ്പനി പടിക്കൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും നടത്തിയ പ്രതിഷേധ സമരം BMS സംസ്ഥാന സെക്രട്ടറി V രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ചായയുടെ പേരിലുള്ള ഒരു ലോക്കൌട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ അങ്ങനെയൊരു സമരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോക്കൌട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജീവനക്കാർ ചായ കുടിക്കാൻ പോയ പേര് പറഞ്ഞ് ഒരു കമ്പനി അടച്ചുപൂട്ടുന്നത്. തികച്ചും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നും ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ദാശ്രയം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ V രാജേഷ് പറഞ്ഞു. ഈ നിലപാട് തിരുത്താൻ തയ്യാറാവാത്ത പക്ഷം തൊഴിലാളികളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധത്തിന് കൂട്ടായ്മ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധ യോഗത്തിൽ F ധനരാജ് അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം FB രാജു, INTUC ജില്ലാ പ്രസിഡന്റ് FK അനന്തകൃഷ്ണൻ, വിവിധ സംഘടനാ നേതാക്കളായ PK രവീന്ദ്രനാഥ്, കളത്തിൽ കൃഷ്ണൻകുട്ടി, S രാജേന്ദ്രൻ, M അനന്തൻ, ചന്ദ്രശേഖരൻ, KV നന്ദനൻ, BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. M പ്രകാശൻ സ്വാഗതവും ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കർഷക സംഘം മനശ്ശേരി വില്ലേജ് കമ്മിറ്റി കർഷക സെമിനാർ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. 16% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ കേവലം 16%. എന്ന് വെച്ചാൽ 184 ആളുകളും 84% ആളുകളും
കർഷക സെമിനാറിനോടനുബന്ധിച്ച് പച്ചക്കറി തൈകളുടെ വിതരണവുമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കെ ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി പി ബാബു തൈകൾ വിതരണം ചെയ്തു. കെ കൃഷ്ണകുമാർ, പി രവി, വി രാമദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മദ്യവും മറ്റു വിവിധ ലഹരി ഉൽപ്പന്നങ്ങളും സാമൂഹ്യ വിപത്താണെന്നും ഭാവി തലമുറയുടെ നന്മയ്ക്കായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് ടി ഇന്ദിര. കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ജില്ലാതല ലഹരി വിരുദ്ധ സംഗമവും മദ്യവിമോചന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിവസം വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തെ അവർ അഭിനന്ദിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ അമർച്ച ചെയ്യുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്നും കേരള മദ്യനിരോധന സമിതി പ്രവർത്തക പൊതുസമ്മേളനം ആവശ്യപ്പെട്ടു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മോഹനകുമാരൻ, ഗാന്ധിയൻ പ്രവർത്തക ലക്ഷ്മി, എം പത്മനാഭൻ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ വേലായുധൻ കൊട്ടേക്കാട്, ഡോക്ടർ എ കെ ഹരിദാസ്, അസീസ് മാസ്റ്റർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ജില്ലാ പ്രസിഡന്റ് എച്ച് അക്ബർ ബാഷ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പി വി സഹദേവൻ പ്രതിജ്ഞ ചൊല്ലി. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ, ടി എൻ ചന്ദ്രൻ, സുഭാഷ് കുമാർ, എം ഖാദർ മൊയ്തീൻ, ഫാത്തിമ, കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ഷൊർണൂർ ഗസീബോ ഹെറിറ്റേജിൽ നടന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയിലെ ഈ പുതിയ ജില്ലാ കമ്മിറ്റി വന്നതിന് ശേഷം ചരിത്രത്തിലില്ലാത്ത ഒരുപാട് പുതിയ തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, നാന്ദി കുറിക്കാൻ ഈ ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന ആ അഭിമാനം തന്നെയാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഈ ജില്ലാ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് എന്നതും വ്യക്തമാണ്. നാം നടപ്പിലാക്കിയ വി സപ്പോർട്ട് എന്ന പദ്ധതി അത് ഏറ്റവും മികച്ച രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സമ്മേളനം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജൂബിൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഫ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, ടി പി സക്കീർ, എ പി മാനു, ജില്ലാ സെക്രട്ടറിമാരായ ബാസിദ്, പ്രജിത് പട്ടാമ്പി, മുസ്തഫ വല്ലപ്പുഴ, പ്രകാശ് പാലക്കാട് തുടങ്ങി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി കെ എ ഹമീദിനെയും കൺവീനറായി കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജയൻ ഉൾപ്പെടെ 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പാലക്കാട് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായി റോഡരികിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാട്ടിൻപുറങ്ങളിലുള്ള വൃക്ഷങ്ങളുടെ താഴെ വിത്തുകൾ വീണ് മുളച്ചുവന്ന ചെടികൾ ശേഖരിച്ചാണ് നട്ടുപിടിപ്പിക്കുന്നത്. കൊല്ലങ്കോട്, പെരുവമ്പ്, പുതുനഗരം, തത്തമംഗലം, കൊടുവായൂർ, വടവന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പരിസ്ഥിതി ദിന ചിന്ത എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൈകൾ ശേഖരിക്കലും നട്ടുപിടിപ്പിക്കലുമാണ് ലക്ഷ്യമെന്ന് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് എ ഖാജ ഹുസൈൻ പറഞ്ഞു. ഭാവി തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പരിസ്ഥിതി ചിന്ത വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തനമെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തരത്തിൽ 500-ലധികം തൈകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് പഞ്ചായത്ത് റോഡിന്റെ വശങ്ങളിലും പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിലുമായി നട്ടുപിടിപ്പിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. ചിരട്ടയിൽ മണ്ണ് നിറച്ച് പറിച്ച തൈകൾ സൂക്ഷിച്ചാണ് വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ച് നട്ടുപിടിപ്പിക്കുന്നത്. തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ എവിടെയും പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാറില്ല എന്ന് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് എ ഖാജ ഹുസൈൻ പറഞ്ഞു. സമാനമായ പ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ ഈ മഴക്കാലത്ത് റോഡിന്റെ വശങ്ങൾ പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റുവാൻ സാധിക്കും. വൻ വൃക്ഷങ്ങളുടെ താഴെ വിത്തുകൾ വീണ് മുളച്ചുവന്ന തൈകൾ കന്നുകാലികൾക്ക് ഇരകളായി നശിക്കാതെ സംരക്ഷിക്കുകയാണെങ്കിൽ പറിച്ചെടുത്ത് നട്ടുപിടിപ്പിച്ച് ഗ്രാമങ്ങളിലാകെ ഹരിത വിപ്ലവം തീർക്കുവാൻ സാധിക്കുമെന്ന് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷന്റെ ഓർഗനൈസർ എ സാദിഖ് പറഞ്ഞു. പെരുവമ്പ് CAHS സ്കൂൾ PTA പ്രസിഡന്റ് എ ഖാജ ഹുസൈൻ, പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ ഓർഗനൈസർ എ സാദിഖ്, വിദ്യാർത്ഥികളായ എസ് സൂര്യജിത്ത്,
ആർ ഉജ്വൽ, കെ നിഹാദ്, ആർ റോബിൻ, എസ് ആദർശ്, കെ നിഹാല, എ അൻഷിഫ് ഖാൻ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ലോകം മുഴുവൻ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്മരിക്കാൻ കേവലം ഒരു ദിവസം മാത്രം നീക്കിവെക്കുമ്പോൾ തന്റെ ഈ മനുഷ്യായുസ് പൂർണ്ണമായും പരിസ്ഥിതി സംരക്ഷണത്തിനായി സമർപ്പിക്കുകയാണ് കല്ലൂർ ബാലൻ. എല്ലാ ദിവസവും നേരം പുലർന്നാൽ കല്ലൂർ ബാലൻ സ്വന്തം വാഹനത്തിൽ പലവിധ വൃക്ഷത്തൈകളും വൈവിധ്യമായ വിത്തുകളും നിറച്ച് പരിസ്ഥിതിക്ക് കോട്ടം വരാതെ സൂക്ഷിക്കാനുള്ള കല്ലൂർ ബാലന്റെ കരുതൽ ശ്രദ്ധേയമാണ്. ഇത്തവണ കല്ലൂർ ബാലന്റെ ശ്രദ്ധ ജില്ലയിൽ നാമാവശേഷമാകുന്ന കരിമ്പനയുടെ വിത്ത് അറ്റുപോകാതെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിന് കരുത്തു പകരുന്നത് ഇറാം ഗ്രൂപ്പിന്റെ സഹായമാണ്. കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ കരിമ്പന നുങ്ങ് ശേഖരിച്ച് മുളപ്പിച്ച് മലയോരങ്ങളിലും കനാൽ വരമ്പുകളിലും പുറമ്പോക്ക് സ്ഥലങ്ങളിലും നട്ടുപിടിപ്പിക്കുന്നതിൽ കല്ലൂർ ബാലൻ എന്ന പച്ച മനുഷ്യന്റെ പ്രവർത്തനം വേറിട്ട് നിൽക്കുകയാണ്. ലോകം ജൂൺ 5 ഒരു ദിവസം മാത്രം പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ജീവിതം മുഴുവൻ എല്ലാ ദിവസവും പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്ത് മാതൃകയാവുകയാണ് കല്ലൂർ ബാലൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള ജമിയത്തുൽ ഉലമ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയും വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ PT ഉസ്താദ് അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടി സുന്നി മഹൽ ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്ന മഹാനായ PT ഉസ്താദ്, ആ ഉസ്താദിനെ അദ്ദേഹത്തിന്റെ പേരാകുന്ന PT കുഞ്ഞുഹമ്മദ് മുസ്ലിയാരെന്ന് പോലും ആരും അങ്ങനെ പരിചയപ്പെടുത്താറില്ല. PT ഉസ്താദ് എന്ന് മാത്രം നമുക്കെല്ലാം അറിയാവുന്ന മഹാനായി അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി ശവ്വാൽ 16-നാണ് അദ്ദേഹം അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഉദുവടി റൗളത്തുൽ ഉലൂം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ച സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന PT ഉസ്താദിന്റെ അനുസ്മരണ യോഗത്തിൽ ജമിയത്തുൽ ഗുത്തുബ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KP മൂസൽ ഫൈസി അധ്യക്ഷനായി. സമസ്ത തൃശൂർ ജില്ലാ മുഷാവറ അംഗം സിദ്ദിഖ് ഫൈസി മങ്കര അനുസ്മരണ പ്രഭാഷണവും SKSF ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഫിൽ സിദ്ദിഖ് ഫൈസിയും ഉമ്മർ ബാഗവിയും ഉൾഹിയത്ത് പഠന ക്ലാസ് നിർവഹിച്ചു. ചേലക്കര റേഞ്ച് പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KK ഉണ്ണിൻകുട്ടി മുസ്ലിയാർ, യൂസഫ് ഫൈസി, മുഹമ്മദ് കുട്ടി ദാരിമി, അബ്ദുൾ ജബാർ അൻവരി, MS മുഹമ്മദ് കുട്ടി ഹാജി, CA സുലൈമാൻ മുസ്ലിയാർ, PS ഗമറുദ്ദീൻ മുസ്ലിയാർ, അബ്ബാസ് ദാരിമി, സലീം കല്ലിങ്കൽ, VP ഷാഹിദ് കോയ തങ്ങൾ, ബഷീർ ബാഗവി എന്നിവർ സംസാരിച്ചു. സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി PM അബ്ദുൾ റഹ്മാൻ ദാരിമി സ്വാഗതവും ജമിയത്തുൽ ഗുത്തുബ വടക്കാഞ്ചേരി മേഖലാ ജനറൽ സെക്രട്ടറി BAM അജ്മൽ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ചമ്പ്രക്കുളം AUP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സമർപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് മുരളി, പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് എന്നിവർ ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ പാത്രങ്ങൾ പ്രധാനാധ്യാപകൻ വിജയൻ മാഷിന് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞുലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ വിനിത, NK ശശിധരൻ, PTA പ്രസിഡന്റ് ശോഭിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ UDF തരംഗം. തൃശൂരിൽ NDA. സുരേഷ് ഗോപിയുടെ വിജയം 3.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. പാലക്കാട് വീണ്ടും VK ശ്രീകണ്ഠൻ. ആലത്തൂരിലൊതുങ്ങി LDF. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ഇടത്തും UDF. തൃശൂരിൽ താമര വിരിഞ്ഞതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം ആർക്കെന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി K രാജൻ. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. തൃശൂരിലേത് അപ്രതീക്ഷിത ഫലമെന്ന് VS സുനിൽകുമാർ. UDF 3-ാം സ്ഥാനത്തായത് പരിശോധിക്കണം. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരും. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വാടനാംകുറിശി വില്ലേജ് ഓഫീസിനു സമീപത്തെ മാലിന്യ കൂമ്പാരം ആശങ്കാജനകം. മഴക്കാലപൂർവ്വ ശുചീകരണവും രോഗപ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സജീവമായ പഞ്ചായത്തിൽ കുന്നുകൂടിയ മാലിന്യത്തിനു നേരെ കണ്ണടച്ച് അധികൃതർ. മാലിന്യം നീക്കാൻ സത്വര നടപടി വേണമെന്ന ആവശ്യം ശക്തം. 42 ദിവസത്തോളമായി നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ പാലക്കാട് അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് കളേഴ്സ് കമ്പനിക്ക് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജീവനക്കാർ ചായ കുടിക്കാൻ പോയ പേര് പറഞ്ഞ് ഒരു കമ്പനി അടച്ചുപൂട്ടുന്നതെന്ന് BMS സംസ്ഥാന സെക്രട്ടറി V രാജേഷ്. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വം.
മദ്യത്തിനും ലഹരി ഉപയോഗങ്ങൾക്കുമെതിരായുള്ള യുവതലമുറയുടെ പോരാട്ടം അതിശക്തമായി തുടരണമെന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് ടി ഇന്ദിര. പാലക്കാട് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സംഗമവും മദ്യവിമോചന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിനും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മദ്യനിരോധന സമിതി. മലമ്പുഴ IMA ഇമേജ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ 20 അടി താഴ്ചയുള്ള അൾട്രാ വാട്ടർ റീട്രീറ്റ്മെന്റ് ടാങ്കിൽ വീണ് ജീവനക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് വള്ളിക്കോട് സ്വദേശി 23 വയസ്സുള്ള അഭിജിത്ത്. അപകടം വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നതിനിടെ. ലോക പരിസ്ഥിതി ദിനം വിപുലമായ ഒരുക്കങ്ങളുമായി നാട്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധം 2024 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.